ഹായ് പ്രിയരെ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടിനെ നടക്കിയ കൂട്ടക്കൊല. വെഞ്ഞാറമ്മൂട് ഒരു കുടുംബത്തിലെ 5 പേരെ ദാരുണമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നിരിക്കുകയാണ്. നമ്മുടെ കേരളം എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മാരകമായിട്ടുള്ള മയക്ക മരുന്നുകളുടെ ഉപയോഗം കൂടുതലായിട്ട് വരികയാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഇത്തരം രീതികളിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇതിന് സമാനമായ കൊലപാതകങ്ങൾ മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഒക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നടക്കുന്നത് എങ്ങനെ വെച്ചാൽ, രക്തബന്ധമുള്ളവരെയാണ് കൂടുതൽ ഇവർ ആക്രമിക്കുന്നത്. 2 പയ്യന്മാർ 2 ദിവസങ്ങളിലായിട്ട് സ്വന്തം ഉമ്മമാരെയാണ് ദാരുണമായിട്ട് വെട്ടിക്കൊന്നത്. അതേപോലെ തന്നെ ഇത് വാപ്പാടെ ഉമ്മ, അനിയൻ, വാപ്പാടെ കുടുംബത്തിൽപ്പെട്ടവർ, ഇവരൊക്കെയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ മയക്കുമരുന്നിൻ്റെ കണ്ടന്റ്, ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള സ്വഭാവം ഒരു വന്യജീവിയുടെ ഇതുപോലെ ആവുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഇത്. കാരണം നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാം. നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു, പുറത്ത് പോകുമ്പോൾ അവർ ആരുമായിട്ട് ചങ്ങാത്തം കൂടുന്നു, ആരുടെ കൂടെയൊക്കെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നമ്മളും പോകുന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോൾ ആ വീട്ടിലെ 5 പേരെ കൊന്നപ്പോൾ ഷെമി എന്ന് പറഞ്ഞ ഈ പയ്യൻ്റെ ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവർ രക്ഷപ്പെട്ട് വരുമ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണോ ഇത് വരുന്നത് എന്നും കൂടി നോക്കണം. കാരണം ഈ മയക്കുമരുന്ന് വരുന്നതിന് നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് പങ്കുണ്ടോ എന്നുള്ളത് നോക്കണം. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തും പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ബംഗാളികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് തലത്തിൽ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കട്ടെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പ്രവാസികളായ പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, അച്ഛന്മാർ ഇവിടുന്ന് പൈസ നല്ലോണം അയച്ചെടുക്കും, അമ്മമാരായിരിക്കും കൈകാര്യം ചെയ്യുക. ഈ കുട്ടികൾ അമ്മമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കും. അമ്മമാരത് മൂടി വയ്ക്കും. കാരണം അച്ഛനറിയുമ്പോൾ അത് വിഷമമാവണ്ട, അല്ലെങ്കിൽ പ്രശ്നമാവണ്ട എന്ന് വെച്ച് മൂടി വയ്ക്കും. കുട്ടികൾ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ മേടിച്ചു കൊണ്ടുപോകും. ഇത് ഈ മൂടി വെക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഇത് ഇത്തരം സ്വഭാവങ്ങളിൽ കുട്ടികളിൽ കാണുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണം. അതല്ല മയക്കുമരുന്ന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകണം, പോലീസിനെയും അറിയിക്കണം. അല്ലാത്ത പക്ഷെ ഇത് വളർന്നു കൊണ്ടേയിരിക്കും. ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ മൂക്കിന് താഴെ വന്ന് ബോംബ് പൊട്ടിയാൽ മാത്രമേ നമ്മൾ കണ്ണു തുറക്കൂ എന്നുള്ള സങ്കുചിതാവസ്ഥയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയാൻ പറ്റില്ല. ഓരോരുത്തരും പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തുക. പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതരിൽ നിന്നും, അതുപോലെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സേവന സംഘടനകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനത്തെ കൂട്ടായ്മകളൊക്കെ ഇതിന് ഇറങ്ങിത്തിരിക്കണം. എവിടെ നിന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇത് മാറ്റണം. ഇതിപ്പോൾ 5 പേരെ 80 വയസ്സായ അമ്മൂമ്മയെ പോലും വെട്ടിക്കൊന്നേക്കണം. അവരടുത്തൊക്കെ ഈ ചുറ്റികം കൊണ്ടൊക്കെ ചെല്ലാണ്ടാവുന്നൊരു മാനസിക അവസ്ഥ, ഏതവസ്ഥയിലേക്ക് ഈ പയ്യൻ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോൾ നമ്മുടെ മകൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളാ കാണുന്ന മുഖമല്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് വന്നിട്ടുള്ള മാറ്റം. ശരീരത്തിൻ്റെ ഏതെങ്കിലും വായിലൂടെ, മൂക്കിലൂടെ, കണ്ണിലൂടെ അകത്തേക്ക് ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് പോരാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മാരകമായ ഒരു വിഷവും കൂടിയാണ്. അവൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനല്ലാതായി മാറുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക.